3 തവണ മത്സരിച്ചവർക്ക് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ഉണ്ടാകില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. കഴിഞ്ഞ തവണ നടപ്പാക്കിയ നിർദ്ദേശത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചു. ഇത്തവണയും അതുതന്നെ തുടരും. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യുവ പ്രാതിനിധ്യം ഉറപ്പായിട്ടുണ്ടാകുമെന്നും പി.കെ. ഫിറോസ് പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നതിന്റെ ഭാഗമായി പുതിയൊരു ക്യാമ്പയിൻ രീതിയാണ് തങ്ങൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഡ്രോയിംഗ് റൂം മീറ്റിംഗുകൾ പോലെ ഏറ്റവും താഴെ തട്ടിൽ എങ്ങനെ വികേന്ദ്രീകരിച്ച് ജനങ്ങളുമായി എങ്ങനെ സംവദിക്കാൻ സാധിക്കുമെന്നാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് ലീഗിന്റെ പ്രാതിനിധ്യം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് തങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെടാറുണ്ടെന്നും അദ്ദേഹം വിശദമാക്കി. കഴിഞ്ഞ തവണ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റം 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്നതായിരുന്നു. ഇതുകൊണ്ട് യൂത്ത് ലീഗിന്റെ നിരവധി ഭാരവാഹികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം ഇനിയും ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എപ്പോഴും വരുന്നത് ഏറ്റവും വലിയ കക്ഷിയായിരിക്കും. കോൺഗ്രസ് ആണ് ആ ഏറ്റവും വലിയ കക്ഷി. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് UDF-ൽ പ്രശ്നമുണ്ടാക്കാൻ ലീഗ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയുമില്ല. ഇത്തവണയും കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം ലീഗ് ഇങ്ങനെയൊക്കെ ബാധിക്കുമ്പോഴും ചില സർവേ തുടർഭരണം തന്നെയാണ് പ്രവചിക്കുന്നത്. പക്ഷേ UDF കൂടുതൽ ശക്തിയോടെ തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും UDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. 2024 തിരഞ്ഞെടുപ്പിലെ അതേ സീറ്റ് നില തന്നെയാണ് കേരളത്തിൽ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും UDF തന്നെയായിരിക്കും വിജയിക്കുക. ബാക്കിയുള്ള ഓരോ സീറ്റിലും LDF-ഉം NDA-യും വിജയിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. അതേസമയം BJP-യുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിൽക്കുന്ന കേരളത്തിൽ 3ാം ബദലായി BJP ഉയർന്നു വരികയാണെന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ. LDF-ന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകും. അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ്. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നു. ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ OBC വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 125-123 വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്.